പെണ്ണ് ഓരോരുത്തർക്കും അവരുടേതായ ഐഡന്റിറ്റി ഉണ്ട്, സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇത് നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ. ആണും പെണ്ണും ഒന്നാണ്, ഒരുപോലെയാണ്. അങ്ങനെ ഒരു പൈശാചികമായ കൾച്ചർ ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപകടകരമാണ്. ലജ്ജ വേണം പെണ്ണിന്. മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ മകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിശേഷണമാണ് പറഞ്ഞത്. ശുഐബ് അലൈഹിസ്സലാം അന്ന് മദീനയിലാണ്. മൂസ അലൈഹിസ്സലാം ഈജിപ്തിൽ നിന്ന് ഓടിപ്പോവുകയാണ്, അല്ലെ, രക്ഷപ്പെട്ട് ഓടുകയാണ്. ചരിത്രം നിങ്ങൾക്കറിയുമായിരിക്കും, അല്ലെ. ഒരു കിബ്തിയെ അറിയാതെ ബൈ ആക്സിഡന്റ് അദ്ദേഹം മരിച്ചു. മൂസ നബി അലൈഹിസ്സലാം പ്രതിരോധിച്ചതാണ്, മരിച്ചു. ഇതിന്റെ പേരിൽ ഓടി മദീനയിലെത്തി. ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ടു മദീനയിലെത്തി. അവിടെ രണ്ട് പെണ്ണുങ്ങൾ നിൽക്കുന്നു. അവർക്ക് വെള്ളം കുടിപ്പിക്കാൻ സഹായിച്ചു കൊടുത്തു. പിന്നെ വാപ്പ ശുഐബ് അലൈഹിസ്സലാം അവരിൽപ്പെട്ട ഒരാളെ ഫജാഅതുഹു ഇഹ്ദാഹുമാ തംശി അല ഇസ്തിഹ്യാ. കുട്ടികൾ നേരത്തെ വീട്ടിലെത്തിയപ്പോ വാപ്പ ചോദിച്ചു, എന്തേ നേരത്തെ വന്നു, അല്ലേ? അപ്പൊ പറഞ്ഞു, ഞങ്ങൾ ഒരാളെ സഹായിച്ചു, അപ്പൊ ഞങ്ങൾക്ക് പെട്ടെന്ന് ഞങ്ങൾ ആടുകളെ കുടിപ്പിക്കാൻ പറ്റി, അങ്ങനെ ഞങ്ങൾ എത്തിയതാണ്. അതിനൊരു പ്രതിഫലം കൊടുക്കാൻ വാപ്പ ഒരു മകളെ പറഞ്ഞയച്ചു. ആ മകൾ വന്ന രംഗം ഖുർആൻ പറയുന്നു. ഫജാഅതുഹു, മൂസ അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് വന്നു. മൂസ നബി ആണെങ്കിലോ ഒരു വൃക്ഷത്തിന്റെ അരികിൽ പോയി ഇരിക്കുകയാണ്. പരിചയമില്ലാത്ത നാടാണ്, ആരും കുടുംബക്കാരില്ല. റബ്ബി ലിമ അൻസൽത ഇലയ്യ മിൻ ഖൈറിൻ ഫഖീർ. പടച്ച തമ്പുരാനെ, നീ എന്ത് ഖൈർ ഇറക്കി തന്നാലും അതൊക്കെ സ്വീകരിക്കാൻ ഒരുക്കമാണ് ഈ ഫഖീർ. ഞാൻ അതിന് ആവശ്യക്കാരനാണ് പടച്ചോനെ, നിന്റെ റഹ്മത്ത് വേണം. എനിക്ക് ഇവിടെ ആരും അറിയില്ല, ഭക്ഷണമല്ല, ഒന്നുമില്ലാതെ ഇരിക്കാൻ. അപ്പോഴാണ് ഇങ്ങനെ വരുന്നത്. ഖുർആൻ അവരെ സംബന്ധിച്ച് അവരുടെ പേര് സഫൂറ എന്നായിരുന്നു. അവരുടെ സഹോദരി ലിയ എന്നവർ. ലിയ അതുപോലെ സഫൂറ ബീവിയാണ് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം കല്യാണം കഴിച്ചത്. വാപ്പ ശുഐബ് നബി അലൈഹിസ്സലാം ആണെന്നാണ് പ്രബലമായ അഭിപ്രായം. അല്ലാതെ ഒരു സാത്വികനായ യിറൂൻ എന്ന് പറയുന്ന ഒരു നല്ല സ്വാലിഹായ മനുഷ്യനായിരുന്നു എന്നും മുഫസ്സിരിങ്ങൾക്ക് അഭിപ്രായമുണ്ട്. ശുഐബ് നബി എന്നാണ് പ്രബലമായ അഭിപ്രായം. അങ്ങനെ വന്നു. ഖുർആൻ പറയാ, അവരിൽപ്പെട്ട ഒരാൾ, സഹോദരിമാരിൽ ഒരാൾ, തംശീ, അവര് നടന്നു വന്നു, അലസ്തിഹ്യാഇൻ, നാണത്തോടുകൂടെ, വളരെ ലജ്ജയോടുകൂടെ നടന്നു വന്നു മൂസ നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക്. അവിടെ തന്നെ പറഞ്ഞു, മൂസ നബി അലൈഹിസ്സലാം ഈ പെണ്ണുങ്ങൾക്ക് വെള്ളം കുടിപ്പിക്കാൻ പോകുന്ന നേരത്തെ ചോദിച്ചല്ലോ, എന്താ നിങ്ങൾ ഇങ്ങനെ കാത്തു നിൽക്കുന്നത്? കുറെ നേരമായല്ലോ നിങ്ങൾ ആടുകളെ കയറി പിടിച്ചിങ്ങനെ നിർത്തി ആ കിണറ്റിന്റെ അടുത്തേക്ക് പോകാതെ എന്താണ് മാ ശഅ്നുക്കും, അങ്ങക്ക് എന്താണ്, നിങ്ങളുടെ വിഷയം എന്താണ് എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞൊരു മറുപടി മുഫസ്സിരീങ്ങൾ ഉദ്ധരിക്കുന്നു. എന്താണ് അവര് പറഞ്ഞത്? ഞങ്ങൾക്ക് ആടുകളെ, ഞങ്ങളുടെ ആട്ടിൻ പറ്റങ്ങളെ വെള്ളം കുടിപ്പിക്കാൻ പറ്റൂല, ഹത്താ യുസ്ദിറ റിആ, ഈ ആട്ടിടയന്മാരൊക്കെ പോയതിന്റെ ശേഷമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആട്ടിൻ പറ്റങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ പറ്റുള്ളൂ. ഒന്ന്, അബൂനാ ശൈഖുൻ കബീർ, ഞങ്ങളുടെ വാപ്പയാണെങ്കിലോ വലിയ പ്രായമുള്ള ഒരാളാണ്. ശറവരെ, ഈ രണ്ട് കാരണങ്ങളെ കൊണ്ടേ ഒരു പെണ്ണിന് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ എന്ന് ഇതിൽ സൂചനയുണ്ടെന്ന് മുഫസ്സിരിങ്ങൾ പറയുന്നു. ഒന്ന്, വീട്ടിൽ ആരുമില്ല, വാപ്പയാണെങ്കിലോ അവരെ ഒന്നും ചെയ്യാൻ സഹായിക്കാൻ പറ്റാത്ത വിധം വയോവൃദ്ധനാണ്, ആൺമക്കളില്ല തന്നെ. അതുകൊണ്ട് ഇവർ രണ്ടുപേരും ആട്ടിടയന്മാർ ആടുകളെ പോറ്റാൻ വേണ്ടി പുറത്തിറങ്ങുകയാണ്. എന്തേ കാരണം? അബൂനാ ശൈഖുൻ കബീർ, ഞങ്ങളുടെ വാപ്പാക്ക് ഞങ്ങളെ സഹായിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞങ്ങൾ നിർബന്ധിതരാണ്. അതാണ് നിർബന്ധിതാവസ്ഥയിൽ പുറത്തിറങ്ങുക എന്ന് പറയാൻ കാരണം. മറ്റൊന്ന്, ലാ നസ്ഖി ഹത്താ യുസ്ദിറ റിആ, ഈ ആട്ടിടയന്മാർ പോകുന്നവരെ ഞങ്ങൾ വെള്ളം കുടിപ്പിക്കൂല. അങ്ങനെ നിർബന്ധിതാവസ്ഥയിൽ പുറത്തിറങ്ങുന്ന പെണ്ണുങ്ങളാണ്. പക്ഷേ വെള്ളം കുടിപ്പിക്കണമെങ്കിൽ ഈ ആണുങ്ങളുമായി ഞങ്ങൾ മിങ്കിളാവില്ല, ഇവരുടെ ഇടയിൽ കിടന്ന് തിരക്കാൻ ഞങ്ങൾക്ക് പാടില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഒരു പെണ്ണ് പുറത്തിറങ്ങുന്നത് നിർബന്ധിതാവസ്ഥയിൽ. അങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ ഹത്താ യുസ്ദിറ റിആ,
ഞങ്ങൾ പുരുഷന്മാരോട് മൽപ്പിടുത്തം കൂടാനോ അവരെ തിരക്കാനോ അവരോട് വരസാനോ ഇതിനൊന്നും ഞങ്ങളില്ല. അങ്ങനെ ഞങ്ങൾ അവര് പോകുന്നവരെ വെയിറ്റ് ചെയ്യുകയാണ്. ഈ പെണ്ണുങ്ങളുടെ ഈ മറുപടി പരിശുദ്ധ ഖുർആനിന്റെ ഓരോ വചനങ്ങളും ഉമ്മത്തികൾക്ക് മാതൃകയാണല്ലോ. അതിനല്ലേ അല്ലാഹു ഹുദൻ വറഹ്മ, ഇത് കാരുണ്യമാണ്, ഇത് സന്മാർഗ ദർശനമാണ്. പെണ്ണുങ്ങൾ നിർബന്ധിതാവസ്ഥയിൽ പുറത്തിറങ്ങിയാൽ തന്നെ ആണുങ്ങളോട് അടുത്തിടപഴകുന്ന കൂടിക്കലരുന്ന ഒരു സാഹചര്യവും അവർക്ക് പാടില്ലാത്തതാണെന്ന് ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ മക്കൾ പഠിപ്പിച്ചു കൊടുത്തു. സുബ്ഹാനല്ലാഹ്, നമുക്ക് ഒരു മാതൃക അല്ലാഹു നബിയാക്കന്മാരിൽ നമ്മൾ വിശ്വസിക്കുന്നവരാണ് അല്ലേ. അൽ ഈമാനു ബിൽ മലായിക, അൽ ഈമാനു ബില്ലാഹ്, അൽ ഈമാനു ബിൽ അംബിയ, അത് നമ്മുടെ മൻഹജാണ്. മൂസ നബി അലൈഹിസ്സലാം പോകുന്ന ആ വഴിയും ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു നല്ല അച്ചടക്കത്തിന്റെ ഒരു ഭാഗമാണ്. ആ പെണ്ണ് വന്ന തന്നെ വളരെ തംശി അലസ്തിഹ്യ, വളരെ നാണത്തിലാണ് അവർ വന്നത്. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ വാപ്പ നിങ്ങൾക്കൊരു കൂലി തരാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വാപ്പ നിങ്ങളെ വിളിക്കുന്നുണ്ട്. മൂസ അലൈഹിസ്സലാം എന്താ പറഞ്ഞത്? നിങ്ങൾ എന്റെ പിറകിൽ നടക്കി, ഞാൻ മുമ്പിൽ നടക്കാം, എനിക്ക് വഴി തെറ്റുമ്പോൾ നിങ്ങൾ പറഞ്ഞെന്നാ മതി എന്ന് പറഞ്ഞു മൂസ നബി അലൈഹിസ്സലാം ആ പെണ്ണിന്റെ മുമ്പിൽ നടന്നു. പെണ്ണ് പിന്നിലാണ് നടന്നതെന്ന് മുഫസ്സിരിങ്ങൾ രേഖപ്പെടുത്തി. അവിടെ തന്നെ മൂസ നബി അലൈഹിസ്സലാമിന്റെ ഒരു ഓണസ്റ്റി, ബഹുമാനപ്പെട്ടവരുടെ സത്യസന്ധത. ഒരു പെണ്ണിന്റെ പിറകിൽ ഒരു പുരുഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ അത് ഹയാ, ലജ്ജയില്ലാത്ത പണിയാണ്. പെണ്ണുങ്ങളുടെ പിറകിൽ ഇങ്ങനെ ഫോളോ ചെയ്ത് നടക്കുക, അത് ലജ്ജയില്ലാത്ത പണിയാണ്. മൂസ നബി അലൈഹിസ്സലാം അത് ചെയ്തില്ല. മൂസ അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മുമ്പിൽ നടക്കാം, വഴി തെറ്റുമ്പോ നിങ്ങൾ പിന്നെന്ന് പറഞ്ഞെന്നാ മതി, റൈറ്റോ ലെഫ്റ്റോ എന്ന് പറഞ്ഞു മൂസ നബി അലൈഹിസ്സലാം മുമ്പിൽ നടക്കാൻ തെരഞ്ഞെടുത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റിസാലത്തിന് തെരഞ്ഞെടുക്കുന്ന അമ്പിയാക്കന്മാരിൽ അല്ലാഹു തആല കാണിക്കുന്ന മഹത്തരമായ സ്വഭാവ ഗുണങ്ങളിൽ ഒന്നാണ്. ഇത് നുബുവത്തിന്റെ മുമ്പാണെന്ന് മനസ്സിലാക്കണം. മൂസ നബി അലൈഹിസ്സലാം നുബുവത്ത് കിട്ടുന്നത് ഇനിയും ഒരു 10 വർഷം മദീനയിൽ താമസിച്ച് പിന്നെ തിരിച്ചു പോകുമ്പോഴാണ്. സീനാ മലയിൽ നിന്ന് വെളിച്ചം കാണുന്നതൊക്കെ ഇതിനൊക്കെ മുമ്പാണിത്. അപ്പോ ഇത് ഈ ഹയാ, നാണം, ഇത് ആണിനും പെണ്ണിനും വേണം. അള്ളാഹുവിന്റെ നിയമങ്ങൾ ഈ പറയുന്നതെല്ലാം ഇത് നമുക്ക് നേടിത്തരാനുള്ള വഴികളാണ്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുമായിരുന്നു, ഫാത്തിമ ബീവി, ഒരു പെണ്ണ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സംഗതി എന്താണ്? ഒരു പെണ്ണ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സംഗതി എന്താണ് മോളെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു. അയ്യു ഷൈഇൻ അഹബ്ബു ഇലൽ മർഅ, ഒരു പെണ്ണിന് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണ്? എന്താണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നത്? ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ്? 4 പവന്റെ മാലയാണോ, 2 പാദസരാണോ? നമ്മുടെ പെണ്ണുങ്ങളൊക്കെ വേഗം ജ്വല്ലറിക്ക് ആലോചിക്കാം അല്ലേ? ഒരു പെണ്ണിന്റെ ഏറ്റവും നല്ല ആഭരണം എന്താണ്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് അയ്യു ഷൈഇൻ അഹബ്ബു ഇലൽ മർഅ, മോൾക്ക് നല്ല മോളെ, പെണ്ണുങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സംഗതി എന്താണ്? ഫാത്തിമ റളിയല്ലാഹു അൻഹ കൊടുത്ത മറുപടി എന്താണ്? ഫാത്തിമ റളിയല്ലാഹു അൻഹ 30 വയസ്സിൽ താഴെ പ്രായമുള്ളപ്പോഴാ വഫാത്താകുന്നത് തന്നെ. മനസ്സിലാക്കണം, അത്രയും ചെറുപ്പക്കാരി പെണ്ണാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. അവരെന്താ മറുപടി കൊടുത്തത്? അല്ലാ തറാ റജുല വലാ യറാഹാ റജുൽ, അവൾ ഒരാണിനെയും കാണരുത്, ഒരാണും അവളെയും കാണരുത്. ഇതൊരു പെണ്ണിന് ഏറ്റവും ഇഷ്ടമുള്ള സംഗതിയാണ്. സുബ്ഹാനല്ലാഹ്, ഇതാണ് ഹയാ. ആ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മുടെ തിരിച്ചുപോക്ക്. അങ്ങോട്ടാണ് നമുക്ക് തിരിഞ്ഞു നടക്കാനുള്ളത്. വലിയ വളരെ അതിവിദൂരമായ ഒരു ലോകത്തേക്കാണ് നമ്മുടെ തിരിഞ്ഞു നടത്തം. അങ്ങനെ ഒരു തിരിഞ്ഞു നടക്കാനാണ് നമ്മൾ ഇങ്ങോട്ട് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ ലജ്ജയും ഈ നാണവും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നാര മകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഒരു പെണ്ണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്തോ? അല്ലാ തറാഹ റജുൽ, ഒരു പുരുഷനും അന്യ പുരുഷനും അവളെ കാണരുത്. വലാ തറാ റജുല, ഒരു അന്യ പുരുഷനെ അവളും കാണരുത്. ഇതൊരു പെണ്ണിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖുൽ ലിൽ മുഅ്മിനാതി,
നബിയെ, അങ്ങ് അവിടുത്തെ മുഅ്മിനത്തുകളായ പെണ്ണുങ്ങളോട് പറഞ്ഞു കൊടുക്കണം, നബിയെ യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന, കണ്ണുകൾ ചിമ്മണമെന്ന്. ഇവിടെ തന്നെ മുഫസ്സിരീങ്ങൾ പറയുന്നു, ആണിനോടും കണ്ണ് ചിമ്മാൻ പറഞ്ഞു, പെണ്ണിനോടും ചിമ്മാൻ പറഞ്ഞു. ഈ ചിമ്മുക എന്ന് പറഞ്ഞ രണ്ട് കൺപോളകളെ കൊണ്ട് ചെയ്യുന്ന ഒരു എക്സർസൈസ് മാത്രം മതിയോ? അതാണോ ഇവിടെ ഉദ്ദേശിച്ചത്? അതാണ്. പക്ഷേ അത് മാത്രമല്ല. ഈ കണ്ണ് ചിമ്മുക എന്ന് പറഞ്ഞതിനർത്ഥം ഒരു ഹറാമും ആസ്വദിക്കാൻ ഞാനില്ല എന്ന് മനുഷ്യനങ്ങ് തീരുമാനിക്കണം എന്നാണ്. അതാണ് ഈ പറഞ്ഞതിനർത്ഥം. കണ്ണ് ചിമ്മണം, അത് സുന്നത്താണ്. പക്ഷെ ഒരു കണ്ണ് ചിമ്മി മാത്രം നടന്നു, പക്ഷെ അവന്റെ ഉള്ളിൽ ഇങ്ങനെ എരിപൊരി കൊള്ളുകയാണ്. അതല്ല, മനസ്സിൽ നിന്ന് പോലും ദുരാഗ്രഹങ്ങളെ എടുത്തു മാറ്റണം. അതാണ് ഈ കണ്ണ് ചിമ്മ എന്ന് പറഞ്ഞാൽ. ഹറാമിലേക്ക് നോക്കല്ലേ, നിന്റെ മനസ്സിൽ നിന്ന് എടുത്തുകള ഈ ഹറാമായ ആസ്വാദനം എനിക്ക് വേണ്ട. ഇങ്ങനെ മുഅ്മിനീങ്ങൾ ആണും പെണ്ണും ചിന്തിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ പറയാണ്. എന്നിട്ട് അവരുടെ സൗന്ദര്യം ആരുടെ മുമ്പിൽ വെളിവാക്കാം? മുഖവും മുൻകൈയും കഴുത്തിന്റെയും തലമുടിയുടെ ഭാഗങ്ങൾ, കാലിന്റെ അടിഭാഗങ്ങൾ, കാലിൽ നിന്ന് ജോലി സമയത്ത് മേലോട്ട് വസ്ത്രം നീങ്ങുന്ന കണങ്കാലിന്റെ അല്പഭാഗങ്ങൾ, ഇതൊക്കെ കാണപ്പെടാൻ ജായിസായവർ അല്ലെങ്കിൽ അനുവദിക്കപ്പെട്ടവർ ആര് എന്ന് പറയുന്ന ചർച്ചയിലെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ അവരുടെ ഭർത്താക്കന്മാർ, അവരുടെ പിതാക്കന്മാർ, അവരുടെ ഭർത്താക്കന്മാരുടെ പിതാക്കന്മാർ, അവരുടെ മക്കൾ, അവരുടെ ഭർത്താക്കന്മാരുടെ മക്കൾ എന്ന് പറഞ്ഞു ഭർത്താവിന്റെ മറ്റു ഭാര്യയിലുണ്ടായ മക്കൾ എന്നർത്ഥം. അവരുടെ സഹോദരന്മാർ, അവരുടെ സഹോദരന്മാരുടെ ആൺമക്കൾ, അവരുടെ സഹോദരിമാരുടെ ആൺമക്കൾ, ഔ നിസാഇഹിന്ന, അല്ലെങ്കിൽ അവരുടെ തന്നെ പെണ്ണുങ്ങൾ, ഔ മാ മലക്കത് അയ്മാനുഹുന്ന, അല്ലെങ്കിൽ അവരുടെ അടിമ സ്ത്രീകൾ, അബിത്താബിഈന ഗൈരി ഉലിൽ ഇർബതി മിനർ റിജാൽ, പുരുഷന്മാരിൽ ഇത്തരം വൈകാരിക ചിന്തകളൊന്നുമില്ലാതെ നടക്കുന്ന, ചില വീടുമായി ചുറ്റിപ്പറ്റി ഭക്ഷണം കഴിച്ചും മറ്റും ജീവിക്കുന്ന ആളുകൾ, പെണ്ണുങ്ങളുടെ ഔറത്ത് എന്താണെന്ന് അറിഞ്ഞിട്ടില്ലാത്ത മക്കൾ, ഇത്തരം ആളുകൾക്ക് അവരുടെ സീനത്ത് കാണാൻ പറ്റുകയുള്ളൂ. സ്വലാത്തു വസ്സലാമു അലൻ നബി അല്ലാഹുമ്മ സ്വല്ലി മുഹമ്മദിൻ വബാരിക് വസല്ലിം. ഹാറൂൻ അർ-റഷീദ് എന്ന് പറയുന്ന വലിയ സാത്വികനായ ഒരു ഭരണാധികാരി, ഇറാഖ് ഭരിച്ച, ബഗ്ദാദ് ഭരിച്ച ഏറ്റവും സാത്വികനായ വളരെ ആബിദായ ഒരു ഭരണാധികാരിയായിരുന്ന ഹാറൂൻ അർ-റഷീദ്. മുസ്ലിം ഉമ്മത്തിന്റെ ഹയാ, അല്ലാഹുവിൽ നിന്ന് പുരുഷനും ലജ്ജിക്കണം, സ്ത്രീയും ലജ്ജിക്കണം, അല്ലാഹുവിൽ നിന്ന് ലജ്ജിക്കണം. ഹാറൂൻ റഷീദ് എന്നവർ ഒരിക്കൽ ഹജ്ജിന് വന്നു. ഹജ്ജൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം ഇങ്ങനെ ഇരിക്കുമ്പോ ഒരാൾ പറഞ്ഞു, ജബൽ അബീ ഖുബൈസ് എന്ന ആ മലയുടെ മുകളിൽ ഒരാൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ മാത്രമായി ഇരിക്കുന്നുണ്ട് എന്ന് കേട്ടു. ഹാറൂൻ റഷീദ് എന്നവർ ആലിമീങ്ങൾ ഒരുപാട് ബഹുമാനിച്ചിരുന്ന രാജാവാണ്, ഖലീഫയാണ്. അങ്ങനെ അദ്ദേഹം മക്കയുടെ ഗവർണർ അദ്ദേഹവും കൂട്ടിയിട്ട് ജബൽ അബീ ഖുബൈസിന്റെ മുകളിലുള്ള ഈ ആബിദായ മനുഷ്യനെ കാണാൻ വേണ്ടി ചെന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞു. അദ്ദേഹം മലയുടെ മുകളിലാണ് ഒരു ചെറിയ കൂടാരം കെട്ടി അവിടെ ഇബാദത്തിൽ കഴിയാണ്. ഇരിക്കാൻ വേണ്ടി ചൂണ്ടിക്കാണിച്ചു കൊടുത്തവരൊക്കെ ഇരുന്നു. ഹാറൂൻ റഷീദ് എന്നവർ അദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിച്ചു. എനിക്ക് ചില ഉപദേശങ്ങൾ തരൂ എന്ന് പറഞ്ഞു. ഇദ്ദേഹം ഒന്നും മിണ്ടണില്ല, ഒരു വാക്കും ഈ ആലിമായ ആബിദായ മനുഷ്യൻ പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. ഇരിക്കാൻ വേണ്ടി കാണിച്ചു കൊടുത്തു. ആരാ വന്നത്? ഇസ്ലാമിന്റെ ആസ്ഥാനത്തെ ഖലീഫയാണ് വന്നത്. മക്കയുടെ ഗവർണർ കൂടെയുണ്ട്. ഇവരൊക്കെ വന്ന് ഈ ആലിമിന്റെ മുമ്പിൽ ചെന്നിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അന്നൊക്കെ അത് ഭയങ്കര ശീലമായിരുന്നു. ആലിമീങ്ങളുടെ അടുത്ത് ഇൽമു ചോദിക്കുക, മസ്അല ചോദിക്കുക, ഇൽമു പഠിക്കുക, അത് അന്നത്തെ ഭരണാധികാരികൾക്ക് ഇഷ്ടമായിരുന്നു. സുബ്ഹാനല്ലാഹ്. അതിനവർക്ക് ഒരു അഹങ്കാരം ഇല്ലല്ലോ. അങ്ങനെയെങ്കിൽ അവര് വന്നിരിക്കോ എന്നൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? ആലിമീങ്ങൾ സംബന്ധിച്ചിടത്തോളം ഇൽമ് അറിയുകയും പഠിക്കുകയും പ്രവർത്തിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ട ആളുകളാണ്, അല്ലേ? അവരുടെ നാവിന് കൺട്രോൾ ഇടരുത്, അവരെ പിടിച്ചു വെക്കരുത്. അവർക്ക് ദീൻ പറയാനുള്ള അവസരങ്ങൾ ഉണ്ടാകണം, അത് കേൾക്കപ്പെടണം, അത് പറയപ്പെടണം. അപ്പോഴേ അള്ളാഹുവിന്റെ ദീനോടെ നിലനിൽക്കുകയുള്ളൂ. അത് ആവശ്യമാണ്. ആ പ്രോത്സാഹനം എക്കാലവും ഇസ്ലാമിക ലോകത്തുണ്ട്. ഹാറൂൻ റഷീദ് എന്നവർ വലിയ ഖലീഫയായി വന്നിട്ട് എനിക്കൊരു ഉപദേശം തരൂ. എവിടെ? ബഗ്ദാദിൽ നിന്ന് ഇറാഖ് വരെ വന്നു. അന്ന് ഫ്ലൈറ്റിനല്ലല്ലോ ഈ വരവ്, കുതിരപ്പുറത്ത് ഒട്ടകപ്പുറത്തുള്ള യാത്രയല്ലേ. വന്നിട്ട് എനിക്ക് ഉപദേശം തരൂ. അവര് പറഞ്ഞു ഇരിക്കുന്നു പറഞ്ഞു. ഒന്നും കേൾക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ഒരു വടി എടുത്തിട്ട് ഇങ്ങനെ ഭൂമിയിൽ ഇങ്ങനെ എഴുതി ഒരു വാക്ക് ഇങ്ങനെ എഴുതി കൊടുത്തു. എന്താ എഴുതിയത്? ഇന്നി അസ്തഹി, എനിക്ക് വല്ലാത്ത നാണം തോന്നാണ്.
എന്നോട് നിങ്ങൾ ഉപദേശമല്ലേ ചോദിക്കുന്നത്, ഞാൻ നിങ്ങളെ ഉപദേശിച്ചു, ആ ഉപദേശം നിങ്ങൾ കേട്ടു എന്ന് വിചാരിക്കുക. എന്നിട്ട് അള്ളാഹു തരുന്ന ഉപദേശം കേൾക്കാതെ ഞാൻ തരുന്നൊരു ഉപദേശം കേട്ട് നിങ്ങൾ ജീവിച്ച് അള്ളാഹിന്റെ മുമ്പിലേക്ക് എത്തുമ്പോ എനിക്ക് നാണം തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കുന്നു, അള്ളാഹു പറഞ്ഞ് നിങ്ങൾ കേൾക്കാതെ നടക്കേ. ഞാനില്ല, അത് എഴുതി കൊടുത്തു, പറഞ്ഞു കൊടുത്തില്ല, എഴുതി കൊടുത്തു. ഹാറൂൻ റഷീദ് എന്നവർ കരഞ്ഞു, പൊട്ടിക്കരഞ്ഞു, പറഞ്ഞു നിങ്ങളുടെ ഈ മൗനം അതുകൊണ്ട് എനിക്കുണ്ടായ ഉപദേശം നിങ്ങൾ പറയുന്നതിനേക്കാളും ഭയങ്കരമായി പോയി, ഇത് മതി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി എന്നാണ്. മതി, എനിക്ക് എമ്പാടും മതി. എന്നോടൊന്ന് ഉപദേശം ചോദിക്കേ, അള്ളാഹു ഉപദേശിച്ചില്ലേ പരിശുദ്ധ ഖുർആനിൽ? ഇതൊന്നും കേൾക്കാതെ നിങ്ങൾ എന്റെ ഉപദേശം കേട്ടാൽ അള്ളാഹുവിന്റെ അടുത്ത് ഞാൻ എന്ത് പറയും? എനിക്ക് നാണം തോന്നുന്നു എന്റെ റബ്ബിനെ കാണാൻ. സുബ്ഹാനല്ലാഹ്. ഇത് മുസ്ലിം പുരുഷന്മാർക്ക് ഒരു മാതൃകയാണ്. അറബ് രാജ്യത്തെ പ്രമുഖനായ ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തിന്റെ മകനെയും കൊണ്ട് അന്ന് അബ്ബാസി കാലഘട്ടത്തിൽ തൊട്ടടുത്തുള്ള പട്ടണത്തിലേക്ക് ചെന്നു. വഴിയിൽ ദാഹിച്ച് പരവശനായി ചെന്ന് ഒരു വീട്ടിൽ ചെന്ന് വാതിൽക്ക മുട്ടി. അപ്പൊ ഒരു പെണ്ണ് ഉള്ളെന്ന് ചോദിക്കുന്നു, മൻ അലൽ ബാബ്, ആരാണ് വന്നത്? പറഞ്ഞു, ഒരു ആബിറു സബീൽ, ഒരു വഴിയാത്രക്കാരനാണ്. എന്താ വേണ്ടത് എന്ന് ചോദിച്ചു. ഹിജാബിന്റെ മറയിൽ നിന്നുകൊണ്ട് പറഞ്ഞു, വെള്ളം വേണം. അപ്പൊ പറഞ്ഞു, എന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഞാൻ ഒറ്റക്ക് പാർക്കുന്ന ഒരു സ്ത്രീയാണ്, നിങ്ങൾക്ക് വാതിൽ തുറന്നു തരാൻ എനിക്ക് പറ്റില്ല. ഞാൻ നിങ്ങൾക്ക് വെള്ളം കൊണ്ടുതരാം, ആ വെള്ളം നിങ്ങൾ സ്വീകരിക്കണം, പക്ഷെ നിങ്ങൾ അകത്ത് കിടക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനത്തെ അവര് വീട്ടിന്റെ അകത്ത് ചെന്ന് വെള്ളം കൊണ്ടുവന്ന് വാതിൽ തുറന്ന് വെള്ളം വെച്ചു, അവരെടുത്ത് കുടിച്ചു. പിന്നെ വാതിൽക്ക് മുട്ടി, കുറച്ചുകൂടെ വെള്ളം, നിങ്ങളുടെ കൂടെ കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ ചോദിച്ചു. ആ ഉണ്ട്, ഒരു ഗുലാം, ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയെ പറഞ്ഞേക്ക്, ഞാൻ ആ കുട്ടിയെ എടുത്ത് കൊടുത്തയക്കാന്ന് പറഞ്ഞു. അവർ വീടിന്റെ ഉള്ളിൽ ചെന്നിട്ട് കുട്ടിയുടെ കയ്യിൽ കൊടുത്തു. വാതിൽ ഒരൽപ്പം തുറന്നു, കുട്ടിയുടെ കയ്യിലേക്ക് കൊടുത്തു. അദ്ദേഹത്തിന് വല്ലാത്ത സന്തോഷം. അൽഹംദുലില്ലാഹ്, ഇങ്ങനെ അച്ചടക്കമുള്ള ഒരു സ്ത്രീ ഒറ്റക്ക് പാർക്കുകയോ. അദ്ദേഹം നല്ല ബിസിനസ്സുകാരനാണ്, നല്ല പൈസക്കാരനാണ്. അദ്ദേഹം മകന്റെ അടുത്ത് കൊടുത്തു, 100 ദീനാർ കൊടുത്തു, സ്വർണ്ണ നാണയം കൊടുത്തു, പറഞ്ഞു, മോനെ ഇത് ആ ഉമ്മാക്ക് മോൻ കൊടുക്കുന്നു പറഞ്ഞു. പെണ്ണ് ചോദിച്ചു, നിങ്ങൾ എന്നെ നാണം കെടുത്താണോ? അല്ല, നാണം കെടുത്തല്ല. എന്നാൽ 200 കൊടുക്കും മോനെ, 200 ദീനാർ കൊടുക്കുന്നു പറഞ്ഞു. അപ്പോഴും സ്ത്രീ ദേഷ്യപ്പെട്ടു, നിങ്ങൾ എന്നെ നാണം കെടുത്താണോ? 200 ദിർഹം, എന്ത് 200 ദീനാർ എന്തിനാണ് എനിക്ക്? നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം തന്നിന് 200 ദീനാറോ? അദ്ദേഹം പറഞ്ഞു, അല്ല. മോനോട് പറഞ്ഞു, മോനെ വാപ്പയുടെ പൈസയിൽ നിന്ന് 1000 ദീനാർ, 1000 കൊടുക്കുന്നു പറഞ്ഞു. പെണ്ണ് പറഞ്ഞു, നിങ്ങളെങ്ങാനും ഈ പണി നിർത്തിയില്ലെങ്കിൽ എന്റെ അടുത്ത് വാളുണ്ട്, ഞാൻ അതുകൊണ്ട് പെരുമാറുന്നു പറഞ്ഞു. പറഞ്ഞു, നിങ്ങളുടെ വെള്ളത്തിനല്ല ഇത്, നിങ്ങളുടെ വെള്ളത്തിനല്ല, നിങ്ങൾ അങ്ങനെ ഒന്നും വിചാരിക്കരുത്, സ്വീകരിക്കണം എന്ന് പറഞ്ഞ് 1000 വെച്ച് നീട്ടാണ്ട് വരുമ്പോ ഉള്ളിന്ന് വാളെടുക്കുന്ന ശബ്ദം കേട്ടു. രണ്ടാളും ഇറങ്ങി ഓടി. ഓടുന്ന ഓട്ടത്തിൽ ഒരൽപ്പനേരം നിന്നപ്പോ ഒരു കടലാസിൽ ഒന്ന് എഴുതി കൊടുക്കാൻ സൗകര്യപ്പെട്ടിരുന്നു. ആ പെണ്ണ് പുറത്തിറങ്ങിയപ്പോ സുബ്ഹാനല്ലാഹ്, 1000 ദീനാറിന്റെ ഒരു കീസ് അവിടെ വെച്ചിട്ടുണ്ട്, ഒരു കടലാസും വെച്ചിട്ടുണ്ട്. അതിലുള്ളത്, ഇത് നിങ്ങൾ തന്ന വെള്ളത്തിന്റെ പൈസയല്ല, നിങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ച ഇൽമിന്റെ, അതിന് പകരം നിങ്ങൾക്ക് വെച്ചു തന്ന ഞങ്ങളുടെ സന്തോഷമാണ്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ പറയുന്ന പെണ്ണുങ്ങൾ, ഇങ്ങനെ അച്ചടക്കത്തിൽ ജീവിക്കുന്ന എത്രയോ മഹതിമാർ. ഇതാണ് ഈ ഉമ്മത്തിന്റെ സമ്പാദ്യം, ഇതാണ് നമ്മുടെ ആവശ്യം. ഇവിടെയാണ് നമുക്ക് പിഴവച്ചിട്ടുള്ളത്. മുഅ്മിനീങ്ങളെ, നമ്മുടെ വിജയം അല്ലാഹു നിലനിർത്തി തന്നത് മുഴുവനും ഇസ്ലാമിൽ ഈ ഉമ്മത്ത് അടിയുറച്ചു നിന്നപ്പോഴാണ്. ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് പോകുന്ന സമയത്ത് സ്വഹാബത്ത് ടെന്റ് കെട്ടി നിൽക്കുന്ന ടെന്റുകളിലൂടെ അങ്ങനെ നടക്കും. രാത്രി സമയം യുദ്ധം നടക്കാൻ പോവുകയാണ്. ഖാദിസിയ യുദ്ധം നടന്നില്ലേ? എത്ര വലിയ യുദ്ധങ്ങൾ നടന്നു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസ് ഇസ്ലാമിന്റെ ഫതഹായില്ലേ? ഇതൊക്കെ നടക്കുമ്പോൾ എന്താ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചെയ്യുക? യുദ്ധത്തിൽ ജയ്ഷ്, അവരുടെ സോൾജിയേഴ്സ്, അവരുടെ പട്ടാളക്കാർ, ഇവരുടെ കരുത്തോ ഇവരുടെ ആയുധത്തിന്റെ ബലമോ ഇതൊന്നും അല്ല ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നോക്കുന്നത്. രാത്രി ഇങ്ങനെ നോക്കിയിട്ട്, രാത്രി എല്ലാവരും കടന്നുറങ്ങുമ്പോ ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടക്കും. ആരെങ്കിലും രാത്രി എഴുന്നേറ്റ് നിന്ന് തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഒരു സ്വഹാബിയുടെ ടെന്റിന്റെ ഉള്ളിൽ നിന്ന് നിസ്കാരത്തിന്റെ ശബ്ദം കേട്ടാൽ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയും, വമിൻ ഹുനാ യജീഉൽ ഫത്ഹ്, ഈ ടെന്റിൽ നിന്ന് ഇസ്ലാമിന്റെ നാളെ ഫത്ഹ് വരും, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് ഉമർ തങ്ങൾ പോയി കുറച്ചു നേരം വിശ്രമിക്കും. അതുവരെ വിശ്രമല്ല. എന്താ? ആയുധത്തിലല്ല,
ഈ ഉമ്മത്തിന്റെ വിജയം ഉമ്മത്തിന്റെ ദീനിലാണ്. അത് നമ്മൾ എപ്പോഴുവാക്കിയോ നമ്മുടെ ലോക സമൂഹങ്ങൾ നമ്മളെ വലിച്ചെറിഞ്ഞു കഴിഞ്ഞു. അതാ ആ ഒരു സഖാഫത്തിലേക്ക്, ആ ഒരു സംസ്കാരത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പെണ്ണിനോട് പറയാൻ അച്ചടക്കം വേണം. അവരുടെ സൗന്ദര്യം പ്രദർശന വസ്തുവല്ല, അവളുടെ ശരീരം ജനങ്ങൾക്ക് പ്രദർശിപ്പിക്കാനുള്ളതല്ല, പരസ്യ ഫലകങ്ങളിൽ പ്രത്യക്ഷപ്പെടാനുള്ളതല്ല. മുട്ടുസൂചിന്റെ പരസ്യത്തിനും വേണം പെണ്ണ്, കടലാസിന്റെ പരസ്യത്തിനും വേണം പെണ്ണ്, എന്തിനും വേണം പെണ്ണ് എന്ന ഈ ഒരു ആഭാസ സംസ്കാരം ഇസ്ലാമിനെ കൊണ്ട് കഴിയില്ല മുഅ്മിനീങ്ങളെ. ഇസ്ലാമിനെ വെച്ച് പൊറുപ്പിക്കാൻ ഒട്ടും സാധ്യമല്ല. അല്ലാഹു തആല ഒരു പെണ്ണിന്റെ സൗന്ദര്യം, അവളുടെ സൗന്ദര്യം വെളിവാക്കാൻ പറ്റുമെന്ന് പറഞ്ഞതുപോലും എന്ത്? അവരുടെ മുൻകൈ, അവരുടെ മുഖം, അവരുടെ പെരടിയും തലമുടിയും കാലിന്റെ അല്പഭാഗങ്ങളും ഇത് വെളിവാക്കാൻ പറ്റുന്ന ആളുകളെയാണ് ഈ പറഞ്ഞത്. ഇപ്പറഞ്ഞതിൽ പോലും പറഞ്ഞില്ല അൽ അമ്മ വൽ ഖാൽ. ജുംഹൂറുൽ ഉലമാ പറയുന്നത് അമ്മും ഖാലും എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ വാപ്പയുടെ സഹോദരനാണ് അറബിയിൽ അമ്മ എന്ന് പറയാം. അവളുടെ ഉമ്മയുടെ സഹോദരനാണ് ഖാൽ എന്ന് പറയുക. അറബ് ഭാഷ വളരെ കണിശമാണ്. ഇംഗ്ലീഷിൽ രണ്ടിനും പറയാം അങ്കിൾ എന്നാണ്. ലോകത്തുള്ള എല്ലാവരും കുട്ടിക്ക് അങ്കിളാണ്. ഇത് എന്ത് അങ്കിളാണ്? ഇത് റിലേറ്റീവ് ആണോ അല്ലേ? ഇതൊന്നും അറിയില്ല അല്ലേ? അമ്മായിയുടെ മക്കൾക്കും അമ്മാവന്റെ മക്കളും കസിനാണ്. കസിൻ ബ്രദർ ആൻഡ് കസിൻ സിസ്റ്റർ. ഇത് ആരാ? വാപ്പാന്റെ ജ്യേഷ്ഠന്റെ മക്കളാണോ, എളാപ്പയുടെ മക്കളാണോ, ഉമ്മയുടെ സഹോദരന്മാരുടെ മക്കളാണോ, ഉമ്മയുടെ അനിയത്തിയുടെ ജ്യേഷ്ഠ, ഇതിനൊക്കെ പറയും കസിന്നേ പറയുള്ളൂ. കസിൻ ബ്രദർ ആൻഡ് കസിൻ സിസ്റ്റർ. സംസ്കാരം പോലും അങ്ങനെയാ, പിന്നെ ഭാഷയും അങ്ങനെയാണ്. ഖുർആൻ അങ്ങനെയല്ല, അറബ് ഭാഷ അങ്ങനെയല്ല. പറഞ്ഞ വാക്ക് അമ്മ എന്ന് പറഞ്ഞ അങ്കിൾ ആരാ? വാപ്പയുടെ ജ്യേഷ്ഠനോ അനിയനോ അമ്മ എന്ന് പറയും. വാപ്പയുടെ മക്കൾക്ക് ഇബ്നു അം, ഉമ്മയുടെ സഹോദരന്മാർക്ക് ഖാൽ എന്ന് പറയും. അവരുടെ മക്കൾക്ക് ഇബ്നു ഖാൽ. ഉമ്മയുടെ സഹോദരിക്ക് ഖാലത്ത് എന്ന് പറയും. നമ്മുടെ ഉമ്മയുടെ ജ്യേഷ്ഠത്തി, ഉമ്മയുടെ അനിയത്തി. വാപ്പയുടെ പെങ്ങന്മാർക്ക് അമ്മത്ത് എന്ന് പറയും. വാക്ക് വളരെ വ്യക്തമാണ് അറബ് ഭാഷയിൽ. പിന്നെ ഇവിടെ ഉദ്ദേശിച്ചത് എന്താണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ആ വാക്ക് തന്നെ വളരെ വളരെ കണിശമായിട്ട് പ്രയോഗങ്ങളാണ് അറബ് ഭാഷയിൽ. അല്ലാഹു തആല അമ്മനെ പറഞ്ഞില്ല ഇവിടെ, അല്ലേ? ഖാലിനെ പറഞ്ഞില്ല. ഉമ്മയുടെ സഹോദരന്റെ മുമ്പിൽ അമ്മാവൻ എന്ന് നമ്മൾ പറയുന്ന അമ്മാവൻ, ആ അമ്മാവന്റെ മുമ്പിൽ ഇവൾക്ക് സീനത്ത് വെളിവാക്കാൻ പറ്റുമോ? അമ്മാവന്റെ മുമ്പിൽ തട്ടം ഒരൽപ്പം നീങ്ങിയിട്ട് അല്ലെങ്കിൽ തലമുടിയിൽ നിന്ന് അല്പം കണ്ടുകൊണ്ടോ മുഖവും മുൻകൈയൊക്കെ കണ്ടുകൊണ്ട് പെണ്ണിന് പ്രത്യക്ഷപ്പെടാൻ പറ്റുമോ? അതുപോലെ തന്നെ ഖാൽ, അതുപോലെ തന്നെ അമ്മ, വാപ്പയുടെ സ്വന്തം വാപ്പയുടെ ജ്യേഷ്ഠൻ, വാപ്പയുടെ അനിയൻ, അവരെ പറഞ്ഞില്ല. അവർക്ക് ഇത് ജായിസ് ആണെങ്കിൽ പോലും ഇവിടെ പറഞ്ഞിട്ടില്ല. ജായിസാണ് അവരെ സംബന്ധിച്ച്. അവർ മഹറമീങ്ങളാണ്. അവർക്ക് വിവാഹം ചെയ്യൽ, ഇവളെ വിവാഹം ചെയ്യൽ ഹറാമാണ്. പക്ഷേ പറഞ്ഞില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു, ഇമാം ശഅബി തങ്ങൾക്കൊക്കെ ഇവിടെ അവരും മഹാരിമിൽപ്പെട്ട് തന്നെയാണ്. പക്ഷേ അവരുടെ മക്കൾ മഹറമല്ലാത്ത അവസ്ഥയിൽ വരും. അമ്മാവന്റെ മക്കൾക്ക്, അമ്മാവന്റെ മകന് ഈ പെണ്ണിനെ കെട്ടാൻ പറ്റും, കല്യാണം കഴിക്കാൻ പറ്റും, വിവാഹം ചെയ്യാൻ പറ്റും. അവൾക്ക് ഇവർ മഹറമല്ല. അപ്പൊ ഈ അമ്മാവന്റെ മക്കൾക്ക് ഇവളെ പറ്റി വല്ലതും പറഞ്ഞു കൊടുക്കുകയോ മറ്റോ ആയാൽ അത് മുഖേന എന്തെങ്കിലും ചിന്തകളോ പ്രശ്നങ്ങളോ വരണ്ട എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത് കൊണ്ടാണ് അവരുടെ മുമ്പിൽ പോലും അവർ അച്ചടക്കം പരിപൂർണമായി പാലിച്ചോട്ടെ എന്ന് നിഷ്കർഷിക്കുന്ന രീതിയിൽ ഈ രണ്ട് ആളുകളെ പറയാതെ പോയതെന്ന് മുഫസ്സിരീങ്ങൾ ഇവിടെ വ്യക്തമായി പറയുന്നു. 13ാമത്തെ വിഷയം ഇവിടെ ഔനിസാഇഹിന്ന, ഇവരുടെ പെണ്ണുങ്ങൾ. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുമായി ഇടപഴകി ജീവിക്കുന്ന കൂട്ടുകാരികളായ മുസ്ലിമത്തുകളായ പെണ്ണുങ്ങൾ, അത് പ്രത്യേകമാണ്. അമുസ്ലിമായ ഒരു പെണ്ണിന്റെ മുമ്പിൽ, ഒരു മുസ്ലിമത്തായ പെണ്ണിന്റെ ഔറത്ത് ഒരു അന്യ പുരുഷന്റെ മുമ്പിൽ എന്തൊക്കെ ഔറത്താണോ അത് ഒരു അന്യ അമുസ്ലിമായ ഒരു പെണ്ണിന്റെ മുമ്പിൽ പെണ്ണിന് ഔറത്താണെന്ന് മഹാന്മാരായ ഫഖഹാക്കൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അന്നൊക്കെ അവർ പറയും എന്താ? ലിഅല്ലാ യൻഅത്ന ലിഅസ്വാജിഹിന്ന ഔ ഇഖ്വാനിഹിന്ന ഔ അബ്നാഇഹിന്ന. അമുസ്ലിമത്തായ ഒരു പെണ്ണ്, മുസ്ലിമത്തായ ഒരു പെണ്ണിന്റെ ഔറത്തോ ശരീരഭാഗങ്ങളോ കണ്ടാൽ അത് അവളുടെ ഭർത്താവിനോ അവളുടെ സഹോദരന്മാർക്കോ അവളുടെ അയൽപക്കക്കാർക്കോ അവളുടെ മക്കൾക്കോ പ്രായപൂർത്തിയായ മക്കൾക്കോ ചെന്ന് പറഞ്ഞു കൊടുക്കാതിരിക്കാനാണ് ഇങ്ങനെ അച്ചടക്കം പാലിക്കണം എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞു കൊടുക്കലൊക്കെ ഇന്ന് വീഡിയോ ക്ലിപ്പുകളല്ലേ, എവിടെ നോക്കിയാലും ഏതൊരു പ്രോഗ്രാം നടക്കുകയാണെങ്കിലും ആ പ്രോഗ്രാം കാണുക, വീക്ഷിക്കുന്ന ആൾക്കാർ മൊബൈലും വെച്ചിട്ടിരിക്കണ്ടാവും അല്ലേ? റെക്കോർഡിംഗ്. ഈ റെക്കോർഡിംഗ് ഭയങ്കര അപകടമല്ലേ ചില വിഷയങ്ങളിൽ? നമ്മള് ഖുർആൻ ക്ലാസ്സിനെ പറ്റിയല്ലോ പറയുന്നത്.
നിങ്ങളത് എത്തുന്നിടത്തൊക്കെ എത്തിച്ചോട്ടെ, അത് ഇൽമിനെ പ്രചരിപ്പിക്കുന്ന കൂലി കിട്ടും. അതല്ല പറയുന്നത്. അല്ലാത്ത ഈവൻസ്, ഒരു കല്യാണം നടക്കുക, ഒരു സദ്യ നടക്കുകയാണ്, അങ്ങനെയൊക്കെ ഇന്നത്തെ കാലഘട്ടം പെട്ടെന്ന് മൊബൈലിലാക്കി നേരെ കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു, അപ്ലോഡ്. അത് സോഷ്യൽ നെറ്റ്വർക്കുകളിൽ എത്തിക്കഴിഞ്ഞു, നിമിഷങ്ങൾ മതി. പണ്ടൊക്കെ പറഞ്ഞത് പറഞ്ഞു കൊടുത്തേക്കെന്ന് പറയലുമല്ല, അതിനപ്പുറത്തെ കാര്യങ്ങൾ എത്തിയില്ലേ. അതുകൊണ്ട് മുസ്ലിം പെണ്ണ് അമുസ്ലിമത്തായ പെണ്ണിന്റെ മുമ്പിൽ അവളുടെ ഔറത്ത് അജനബിയായ ഒരു പുരുഷന്റെ ഔറത്ത് പോലെ തന്നെ എന്ന് അലിമീങ്ങൾ അന്ന് പറഞ്ഞു വെച്ചു. മുസ്ലിം പെണ്ണിന് ഇത് വേണ്ട. നമ്മൾ സംസ്കാരത്തിന്റെ ആളുകളാണ്. ഇതൊക്കെ പറയുമ്പോ തലമറക്കാതെ നടക്കുന്ന മുസ്ലിമീങ്ങളിൽ തന്നെ ഇസ്ലാമിനെ സംബന്ധിച്ച് അടുത്തറിയാത്തൊരു സമൂഹത്തിന് ഒരുപക്ഷെ ഭയങ്കര പഠിച്ചോന് ഇങ്ങനെയൊക്കെ ഉണ്ടോ ഇസ്ലാമിൽ, ഇത്രയാണോ ഇസ്ലാം എന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന തലത്തിൽ നമ്മുടെ മലയാള നാട്ടിൽ തന്നെ ഉണ്ടല്ലോ എത്രയോ പ്രദേശങ്ങൾ. അടുത്തറിയണം, ദീനിനെ അടുത്ത് പഠിക്കണം. എന്താണ് മുസ്ലിമിന്റെ സംസ്കാരം? ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും കൂടെ നടന്നിട്ട് അവരുടെ സംസ്കാരം നമ്മളിലേക്ക് നമ്മൾ എടുക്കല്ലേ, നമ്മളത് അവരെടുക്കട്ടെ. അങ്ങനെയാണ് വേണ്ടത്. നമ്മൾ അവരതൊക്കെ എടുക്കുന്നുണ്ട്, നമ്മളത് അവരെടുക്കുന്നുണ്ടോ? നമ്മുടെ സംസ്കാരം എത്ര പരിപൂർണമാണ്, ഒരു പെണ്ണിനെ എത്ര മഹത്തരമായിട്ടാണ് ഇസ്ലാം കാണുന്നത്. അവളുടെ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞെടുത്ത് അൽ മുസ്ലിമാത്ത്, മുസ്ലിമത്തായ അവളുടെ കൂട്ടുകാരികൾ, അവളുടെ മുമ്പിലും അവരുടെ സൗന്ദര്യം വെളിവാക്കാവുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നോക്കണം, ഫലാ യഹില്ലു, ഹലാലല്ല, വാക്കർത്ഥം വെച്ച പെട്ടെന്ന് മനസ്സിലാകുന്നു. ഫലാ യഹില്ലു ലിംറഅത്തിൻ മുഅ്മിനത്തിൻ, മുഅ്മിനത്തായ ഒരു പെണ്ണിന് ഹലാലേ അല്ല അൻ തക്ഷിഫ ശൈഅൻ മിൻ ബദനിഹാ, അവരുടെ ശരീരത്തിൽ നിന്ന് അല്പമെങ്കിലും വെളിവാക്കി കൊടുക്കൽ, ബൈന യദൈ ഇംറഅത്തിൻ മുശ്രിക, ഒരു മുശ്രികത്തായ പെണ്ണിന്റെ മുമ്പിൽ, അമുസ്ലിമത്തായ ഒരു പെണ്ണിന്റെ മുമ്പിൽ അവളുടെ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ഭാഗം വെളിവാക്കൽ അവൾക്ക് ജായിസേ അല്ല, ഇല്ല അൻ തകൂന അമതൻ ലഹ, അവളുടെ അടിമ സ്ത്രീയാണെങ്കിലൊക്കെ, അല്ലാതെ പറ്റില്ല ഒരു മുശ്രികത്തായ പെണ്ണിനും. ഫലാ യഹില്ലു, എന്തുകൊണ്ട് പറ്റില്ല? ലിഖൗലിഹി തആല, അല്ലാഹു പറയുന്നു, അവരുടെ അടിമ സ്ത്രീകളുടെ മുമ്പിൽ ഒഴികെ, അത് അമുസ്ലിമീങ്ങളാണെങ്കിലും കുഴപ്പമില്ല, അല്ലാത്ത മുസ്ലിമീങ്ങൾക്ക് ഒരു പെണ്ണിന്റെ ഔറത്തോ അവളുടെ ശരീരത്തിന്റെ സൗന്ദര്യമോ പ്രകടിപ്പിക്കാൻ പാടുള്ളതല്ല. ഇബ്നു കതീർ റഹിമഹുല്ലാഹ് ഇവിടെയാണ് ഹദീസ് ഉദ്ധരിച്ചത്. ലാ തുബാഷിറുൽ മർഅത്തുൽ മർഅ, ഒരു പെണ്ണും ഒരു പെണ്ണിന്റെയോട് അടുത്ത് ചേർന്ന് നിൽക്കുകയോ അവളെ അടുത്തറിയുകയോ ചെയ്യരുത്. എങ്ങനെ? തൻഅതുഹാ ലിസൗജിഹാ, അവൾ ആ പെണ്ണിനെ സംബന്ധിച്ച് അവളുടെ ഭർത്താവിന് പറഞ്ഞു കൊടുക്കുന്നു, കഅന്നഹു യൻദുറു ഇലൈഹാ, ആ ഭർത്താവ് ആ പെണ്ണിനെ കണ്ണുകൊണ്ട് നോക്കിക്കാണുന്ന പോലെ ഒരു പെണ്ണ് മറ്റൊരു പെണ്ണിനെ കുറിച്ച് തന്റെ ഭർത്താവിന് പറഞ്ഞു കൊടുക്കരുത്. മഹറമല്ലാത്ത ഒരു പെണ്ണിനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കരുത്. സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസാണ്. അന്യ പെണ്ണുങ്ങൾ തമ്മിൽ പോലും ഔറത്തിന്റെ വിഷയത്തിൽ പാലിക്കേണ്ടതുണ്ട്. ഗൗരവമാണ് മുഅ്മിനീങ്ങളെ. ഉബാദത്ത് ബിൻ നുസൈർ റളിയല്ലാഹു അൻഹു ഒരു സംഭവം പറയുന്നു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ ഉബൈദത്ത് ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ ഷാമിന്റെ ഗവർണറായിരുന്നു ഉമർ തങ്ങളുടെ ഭരണകാലത്ത്. അബൂ ഉബൈദത്ത് ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു ഈ ഉമ്മത്തിന് എല്ലാ ലികുല്ലി ഉമ്മത്തിൻ അമീൻ വ അമീനു ഹാദിഹിൽ ഉമ്മ, അബൂ ഉബൈദത്ത് ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു ഈ ഉമ്മത്തിന്റെ സത്യസന്ധനെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് വെച്ച സ്വഹാബിയാണ് അബൂ ഉബൈദത്ത് ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു. അവർക്ക് ഉമർ റളിയല്ലാഹു അൻഹു ഒരു കത്ത് കൊടുത്തു. എന്താണ് കത്ത്? അന്നഹു ബലഗനി, എനിക്കറിയാൻ സാധിച്ചിട്ടുണ്ട്, അന്ന നിസാ അഹ്ലി ദിമ്മ, ക്രിസ്ത്യാനികളും ജൂതന്മാരുമായ പെണ്ണുങ്ങൾ യദ്ഖുൽനൽ ഹമ്മാമാത്ത് മഅ നിസാഇൽ മുസ്ലിമീൻ, അവരെ മുസ്ലിമത്തുകളായ പെണ്ണുങ്ങളോടുകൂടെ പബ്ലിക് ബാത്റൂമുകളിൽ കുളിക്കാൻ ഒരുമിച്ച് കയറുന്നുണ്ടെന്ന് എനിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. അബൂ ഉബൈദത്ത് ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരാണ് ഷാമിന്റെ ഗവർണർ. അന്ന് ഷാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഫലസ്തീൻ, അതുപോലെ തന്നെ ജോർഡാൻ, സിറിയ, ലബനാൻ, ഇതൊക്കെ പെടുന്ന പ്രദേശങ്ങളാണ് നമ്മൾ ഷാം എന്ന് പറയാ. അവിടെ പബ്ലിക് ടോയ്ലറ്റുകൾ, ഹമ്മാമുകൾ, അത് ഒരാൾക്ക് ഒന്ന് എന്നൊന്നല്ല, അത് ഒരു കൂട്ടം ആളുകൾക്ക് ഒരുമിച്ച് കുളിക്കുന്ന സ്ഥലങ്ങളാണ് അധികം ഉണ്ടാവുക. അവിടെ മുസ്ലിമത്തുകളായ പെണ്ണുങ്ങൾ അമുസ്ലിമത്തുകളായ പെണ്ണുങ്ങളോടുകൂടെ കുളിക്കാൻ കയറുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയാണ്. സുബ്ഹാനല്ലാഹ്. ഫംന മിൻ ദാലിക്, ഫംന മിൻ ദാലിക്, അതുകൊണ്ട് അത് നിർത്താൻ പറയണം. ഫഇന്നഹു എന്ന് പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖൗൽ, ലാ യജൂസു ജായിസ അല്ല അൻ തറ ദിമ്മിയ ഇരിയതൽ മുസ്ലിമ,
ദിമ്മിയത്തായ ഒരു പെണ്ണ്, മുസ്ലിം ഭരണാധികാരിയുടെ കീഴിൽ ജീവിക്കുന്ന അമുസ്ലിമീങ്ങളായ വേദം നൽകപ്പെട്ട ക്രിസ്ത്യാനികളും ജൂതന്മാരുമായ പെണ്ണുങ്ങൾക്കാണ് ദിമ്മിയത്ത് എന്ന് പറയാ. അത്തരം പെണ്ണുങ്ങൾക്ക് ജായിസേ അല്ല അൻ തറ അവർ കാണൽ ഇറിയത്തൽ മുസ്ലിമ, മുസ്ലിമത്തായ പെണ്ണിന്റെ ഔറത്ത് കാണൽ ജായിസ് അല്ലല്ലോ. അതുകൊണ്ട് അബൂ ഉബൈദത്ത് ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു നിങ്ങൾ ഉത്തരവിടണം, മുസ്ലിമത്തുകളായ പെണ്ണുങ്ങൾ അമുസ്ലിമത്തുകളായ ക്രിസ്ത്യാനികളും ജൂത പെണ്ണുങ്ങളുമായവർ, അവരെ സംബന്ധിച്ച് അഹ്ലി കിതാബ് എന്ന് പറയും അല്ലെ, പീപ്പിൾ ഓഫ് ബുക്ക്, വേദം നൽകപ്പെട്ടവർ. പക്ഷേ മുസ്ലിമത്തായ പെണ്ണിന്റെ ഔറത്ത് അമുസ്ലിമത്തായ ഒരു പെണ്ണിനെ കാണൽ ജായിസേ അല്ല എന്ന് അവർക്ക് മറുപടി പറയണമെന്ന് മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. വെള്ളിയാഴ്ച ദിവസം ഖുതുബ നിർവഹിക്കുമ്പോൾ പ്രശ്നം ഉദ്ധരിച്ചു. ബഹുമാനപ്പെട്ടവർ അല്ലാഹുലേക്ക് താണുകേണ് വളരെ വിനയത്തോടെ പേടിയോടെ പറഞ്ഞു, അയ്യുമംറഅത്തിൻ തദ്ഖുലുൽ ഹമ്മാം, ഏതൊരു പെണ്ണും പബ്ലിക് ബാത്റൂമുകളിൽ പ്രവേശിക്കുകയും മിൻ ഗൈരി ഉദ്രിൻ, ഒരാവശ്യമില്ലാതെ ഒരത്യാവശ്യമില്ലാതെ അവർ കയറുന്നു, ലാ തുരീദു ഇല്ലാ അൻ തുബയ്യിള വജ്ഹഹ, അവരുടെ മുഖം വെളുപ്പിക്കാൻ എന്ന ഉദ്ദേശത്തിൽ അന്യ പെണ്ണുങ്ങളോടുകൂടെ കയറുന്ന ഏതൊരു പെണ്ണും ഫസവ്വദല്ലാഹു വജ്ഹഹ യൗമ തബയ്യളുൽ വുജൂഹ്, മുഖങ്ങൾ വെളുക്കുന്ന ദിവസം ഈ പെണ്ണുങ്ങളുടെ മുഖങ്ങൾ കറുത്തുപോകുമെന്ന് അബൂ ഉബൈദത്ത് ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു അവർക്ക് താക്കീത് കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അതുപോലും പാടില്ലെന്ന് പറയുന്നത് ഔ നിസാഇഹിന്ന, അവരുടെ പെണ്ണുങ്ങളുടെ മുമ്പിൽ എന്ന് പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം അൽ മുസ്ലിമാത്ത്, എല്ലാ പെണ്ണുങ്ങൾക്കൊന്നല്ല, മുസ്ലിമത്തായ പെണ്ണുങ്ങളുടെ മുമ്പിൽ ഒഴികെ എന്നർത്ഥം. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഹോസ്റ്റലുകളിൽ ഒരുമിച്ച് ജീവിക്കുന്ന മറ്റു സ്ഥലങ്ങളിൽ അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നങ്ങളല്ലേ, അനാർക്കി, ടോട്ടൽ അനാർക്കി. വിദ്യാർത്ഥികളുടെ ഒക്കെ ഒരുമിച്ച് ജീവിക്കുന്ന വലിയ അഡൽട്ടുകളായ വിദ്യാർത്ഥികളൊക്കെ താമസിക്കുന്ന, വിദ്യാർത്ഥിനികളൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളിൽ നടക്കുന്ന അശുഭകരമായ വാർത്തകളൊക്കെ വരുന്ന എന്തിന്റെ പേരിലാണ്? ഈ അച്ചടക്കമില്ലാത്തതിന്റെ പേരിലാണ്. പിശാച് ഇത് മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കും. പിശാചിന്റെ ഉദ്ദേശം മനുഷ്യൻ മൃഗത്തെ പോലെ ജീവിക്കണം എന്നാണ്, മനുഷ്യൻ മൃഗമാകണമെന്നാണ് പിശാച് ഉദ്ദേശിക്കുന്നത്. ലോകത്ത് അള്ളാഹു ഏറ്റവും ബഹുമാനം കൊണ്ട് സൃഷ്ടിച്ച അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് മനുഷ്യൻ. ബഹുമാനം അല്ലേ അള്ളാഹു പറഞ്ഞു. മനുഷ്യനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്ന്. മനുഷ്യൻ മൃഗാവരുത്, മനുഷ്യൻ മൃഗമാവരുത്, മനുഷ്യനെ അള്ളാഹു റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. വലഖദ് കറംനാ ബനി ആദം, ഈ കറാമത്ത് നിലനിർത്താൻ അള്ളാഹു നൽകുന്ന നിയമങ്ങളാണിത്. സുബ്ഹാനല്ലാഹ്. അടിമ സ്ത്രീകൾക്കും ഒഴികെ എന്ന് പറഞ്ഞിടത്ത് ഈ ആയത്തിന്റെ വ്യക്തമായ അർത്ഥത്തിൽ അത് അടിമയായ പുരുഷനും അടിമയായ പെണ്ണും ഉൾപ്പെടുമെങ്കിൽ പോലും ഇവിടെ പ്രബലമായ അഭിപ്രായം അടിമ പുരുഷന്റെ മുമ്പിൽ ഒരു പെണ്ണ് സയ്യിദത്ത് മൗലാത്ത്, അവരുടെ ഉടമസ്ഥ ഔറത്ത് അല്ലെങ്കിൽ സീനത്ത്, ഔറത്ത് വെളിവാക്കാൻ പറ്റില്ല, അവരുടെ സീനത്ത് വെളിവാക്കാവതല്ല എന്ന് മഹാനായ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു ഇവിടെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഇമാ അല്ലെങ്കിൽ അടിമ സ്ത്രീകൾ എന്ന ആ ഒരു സമ്പ്രദായം ഇന്നില്ലാത്തത് കൊണ്ട് അത് മുഖേനയുള്ള ചർച്ചകൾ നമ്മൾ മാറ്റിവെക്കുകയാണ്. ഇമാമുന ശഅബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യുക്റഹു അൻ യൻദുറൽ മംലൂക് ഇലാ ശഅരി മൗലാതി. അങ്ങനെയാണ്, അടിമയായ ഒരു പുരുഷൻ, അടിമ എന്ന് പറയുന്ന അടിമ പുരുഷൻ അവന്റെ മൗലാച്ചിലേക്ക്, അവന്റെ മിസ്ട്രസ്, അവന്റെ ഉടമസ്ഥയിലേക്ക് അവരുടെ മുടി നോക്കാൻ പാടില്ലെന്ന് മഹാനായ ഇമാം ശഅബി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. 15ാമത്തെ അല്ലെങ്കിൽ അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചില പുരുഷന്മാർ, അവരിൽ ഒരു പെണ്ണുങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ചിന്തയൊന്നുമില്ല. ഒന്നുകിൽ പ്രായം കൊണ്ട് അങ്ങേയറ്റം പ്രായം ചെന്ന ഒരാൾ, അറബിയിലൊക്കെ മജ്ബൂബ് എന്ന് പറയും, ഷണ്ഠനായ ഒരാൾ, അല്ലെങ്കിൽ ലിംഗഭേദം ചെയ്യപ്പെട്ട ഒരാൾ, അങ്ങനെയൊക്കെയുള്ള ആളുകൾ, അവരിലൊന്നും അങ്ങനെ ഒരു ഫിത്നയൊന്നും ഭയപ്പെടാനില്ല. അത്തരക്കാരായ ആളുകൾ. ഇർബത്ത് എന്ന് പറഞ്ഞാൽ ഹാജ, ആ ഒരു ആവശ്യം എന്നാണ്. അരിബിത്തു കഥ എന്ന് പറഞ്ഞാലൊക്കെ ഞാൻ എനിക്ക് ആവശ്യമായി ഇഹ്തജ്തു എന്നാണ് അർത്ഥം. അരിബ, ഇർബത്ത്, മഅ്റുബത്ത് അറബ് എന്നൊക്കെ പറയുന്ന ഹാജത്ത്, ആവശ്യം. ഗൈരി ഉലിൽ ഇർബ, ആവശ്യമില്ലാത്തവർ എന്ന് പറഞ്ഞാൽ വിവാഹത്തിലേക്കോ അല്ലെങ്കിൽ ഒരു പെണ്ണുമായുള്ള ഒരു സംസർഗത്തിലേക്കോ അവരുടെ ഇടപെടലിലേക്കോ ഒന്നും ചിന്തിക്കാത്ത ചില ആളുകൾ.
അങ്ങനത്തെ ചില മന്ദന്മാരായ ആളുകൾ എന്നൊക്കെ പറയുന്ന, വീട്ടിലൊക്കെ വന്നിരിക്കുന്നു, ഭക്ഷണം കഴിക്കും, എഴുന്നേറ്റ് പോകും, അയാൾക്ക് ദുന്യാവ് ഒന്നുമില്ല, ആ ഒരു പള്ളി കഴിഞ്ഞാൽ പിന്നെ ചോറ് കഴിക്കുക, ഇത്രയേ അറിയുള്ളൂ, വേറൊന്നും അറിയില്ല. അങ്ങനത്തെ ആളുകൾ ഉണ്ടാവും. അവരുടെ മുമ്പിൽ അവരുടെ ഇപ്പറഞ്ഞ സീനത്ത് ഭംഗി വെളിവാകുന്നതിന് വിരോധമില്ല. വിരോധമില്ല എന്നായി പറയണോ കേട്ടോ, വിരോധമില്ല എന്നാണ്. അപ്പൊ ഈ ഗൈരി ഉലിൽ ഇർബത്ത് എന്ന് പറഞ്ഞത് ആരാണ്? അതിനെ സംബന്ധിച്ച് ഉലമായിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായി. നമ്മൾ പറഞ്ഞ ഈ രീതിയിലൊക്കെ അൽ അഹ്മഖുല്ലദീ ലാ ഹാജത ബിഹി ഇലൻ നിസാ, അഹ്മഖ് ഒരു വിഡ്ഢിയായ ഒരു മനുഷ്യൻ, ഭ്രാന്തൻ എന്ന് പറയും, അല്ലെങ്കിൽ തലക്ക് സുഖമില്ലാത്ത ആളെന്ന് പറയും ആളുകൾ. അവരായ ആളുകൾ, അവരെ കൊണ്ടൊന്നും ഒരു അപകടം പേടിക്കാനില്ലല്ലോ എങ്കിൽ അവരുടെ മുമ്പിലൊന്നും സീനത്ത് വെളിവാക്കുന്നതിന് വിരോധമില്ല. സുബ്ഹാനല്ലാഹ്. മഹാനായ ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് ഈ ആയത്തിന് തഫ്സീർ ചെയ്തപ്പോൾ പറഞ്ഞു, ഇവിടെ ഒരു ഹദീസ് ഉണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ കയറി പോകുന്ന ഒരു മുഖന്നസ് ഉണ്ട്. മുഖന്നസ് എന്ന് പറഞ്ഞാൽ നപുംസക. നമ്മൾ ആണാന്നോ പെണ്ണാന്നോ പറയുമ്പോൾ ഈ രണ്ടും കൂടെ എന്ന് തോന്നിപ്പോകുന്ന ആൾക്കാണ് മുഖന്നസ് എന്ന് അറബിയിൽ പറയാ. ഉറുദുവിലൊക്കെ ഹിജ്ഡ എന്ന് പറയുന്നല്ലേ മുഖന്നസ്. അങ്ങനത്തെ ഒരാൾ, അയാളുടെ പേര് ഹീത്ത് എന്നായിരുന്നു. ഹീത്ത് എന്ന് പറയുന്ന ഒരു മുഖന്നസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്, അവിടെ നിന്ന് എന്തെങ്കിലും നബിതങ്ങൾക്ക് ആരെങ്കിലും വല്ല സ്വതക്കയും കൊണ്ടുകൊടുക്കും, ഭക്ഷണം എന്തെങ്കിലുമൊക്കെ കിട്ടും. അപ്പോ അതിൽ നിന്ന് തിന്ന് ജീവിക്കുന്ന ഇതുപോലെ അവിത്താബിഈന ഗൈരി ഉലിൽ ഇർബ, പെണ്ണുങ്ങളിലേക്ക് ഒരു ആവശ്യമൊന്നും ഇല്ലാത്ത ഒരാൾ എന്ന കാറ്റഗറിയിൽ പെട്ട ഒരു ഹീത്ത് എന്ന് പറയുന്ന ഒരു മുഖന്നസ്, ഒരു നപുംസകനായ ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു പോകാറുണ്ട്. അങ്ങനത്തെ ഒരാൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, നബി തങ്ങളുടെ ഭാര്യ, മഹദി റളിയല്ലാഹു അൻഹയാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് ഇങ്ങനെ വരുമ്പോ ഒരു ദിവസം ഇയാൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ അബ്ദുല്ലാഹ് ഇബ്നു അബി ഉമയ്യ അവരോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു ദിവസം ത്വായിഫ് ഇസ്ലാം കീഴ്പ്പെടും, ത്വായിഫിലേക്ക് ഒരു എക്സ്പെഡിഷൻ പോകുന്നുണ്ട് എന്നൊക്കെ ഇദ്ദേഹം അറിഞ്ഞു, ഒരു സൈന്യം പോകുന്നുണ്ട്, അങ്ങനെ ത്വായിഫ് ഇസ്ലാമിന് കിട്ടും എന്നൊക്കെ തോന്നിയപ്പോ ഈ ഹീത്ത് എന്ന് പറയുന്ന ആള് അബ്ദുല്ലാഹ് ഇബ്നു ഉമയ്യ എന്ന് പറഞ്ഞ ഉമ്മു സലമ ബീവിയുടെ സഹോദരൻ, റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ഇങ്ങനെ ഒരു ദിവസം അങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇത് കേട്ടാൻ നബി തങ്ങൾ കയറി വരുന്നു. പറയുന്നത് ഇതാണ്, ഇൻ ഫതഹല്ലാഹു അലൈക്കും ത്വായിഫ ഗദൻ, നാളെ ത്വായിഫ് എന്ന നഗരം അല്ലാഹു നിങ്ങൾക്ക് ഫതഹാക്കി തന്നാൽ, അത് ഇസ്ലാമിന് കീഴ്പ്പെട്ടു കഴിഞ്ഞാൽ, ഫഅലൈക ബിബ്നത്തി ഗൈലാൻ, അവിടെ ഗൈലാൻ എന്നവരുടെ മകളുണ്ട്, ഇബ്നത്ത് ഗൈലാൻ. യുദ്ധമാകുമ്പോൾ അവിടെ കാപ്റ്റീവ്സ് വരും, യുദ്ധത്തിന്റെ ചെറപ്പുള്ളികൾ എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാകും. അവരിൽ പെണ്ണുങ്ങളുണ്ടാകും, ആണുങ്ങളുണ്ടാകും. യുദ്ധത്തിൽ തോറ്റുപോകുന്ന ശത്രുക്കളുടെ ആ മുഴുവൻ ആളുകളും ഇസ്ലാമിന്റെ അസീറുകളായി അല്ലെ അടിമകളായി, കാപ്റ്റീവ്സുകളായി പിടിക്കപ്പെടും. അങ്ങനെങ്ങാനും കിട്ടിയാൽ ഗൈലാനിന്റെ മകളുണ്ട്, അവളെ നിങ്ങൾ നോക്കണം, അവളൊന്ന് കല്യാണം കഴിക്കാൻ നോക്കണം കേട്ടോ എന്ന് ഹീത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. അദ്ദേഹം ത്വായിഫ് പരിചയമുള്ള ആളാണ്. ഇബ്നത്ത് ഗൈലാൻ, ഫഇന്നഹാ തുഖ്ബിലു ബിഅർബഇൻ വതുദ്ബിറു ബിസമാൻ, ഓൾ മുമ്പോട്ട് വരുമ്പോൾ 4 പിന്നോട്ട് പോകുമ്പോൾ 8 എന്നിങ്ങനെ പറഞ്ഞു. അത് നമ്മൾ വിശദീകരിക്കണ്ട. ഫസമിഅഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് കേട്ട അല്ലാഹുവിന്റെ റസൂൽ, ഇങ്ങനൊന്നും പറയാത്തൊരു മനുഷ്യൻ ഇങ്ങനൊരു വാക്ക് പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു, ഉമ്മു സലമ ബീവിയോട് പറഞ്ഞു, ലാ അലാ അറാ ഹാദാ യഅലമു മാ ഹാഹുനാ, ഹീത്ത് നമ്മൾ വിചാരിച്ച പോലെ അല്ല കേട്ടോ, ഇവന് കാര്യങ്ങളൊക്കെ തിരിയുന്നുണ്ട്, അതുകൊണ്ട് ലാ യദ്ഖുലന്ന അലൈക്കും, ഇനി ഇവൻ ഇങ്ങോട്ട് കടക്കാനേ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു. ലഖദ് ഗൽഗൽത നദറ ഇലൈഹാ യാ അദുവല്ലാഹ് എന്നുവരെ പറഞ്ഞു. അള്ളാഹുവിന്റെ ശത്രു, നീ ആ പെണ്ണിനെ വല്ലാതെ നോക്കിയിട്ടുണ്ടല്ലേ, അവൾ നടക്കുമ്പോ ഇത്ര, തിരിഞ്ഞു നടക്കുമ്പോ ഇത്ര എന്നൊക്കെ അവളുടെ ശരീരം നീ വർണ്ണിക്കാൻ മാത്രം. അള്ളാഹിന്റെ ശത്രു, നീ അവളെ വല്ലാതെ കണ്ണുകുറിപ്പിച്ച് നോക്കിയിട്ടുണ്ടല്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ثم اجلاه الى من المدينه الى الحمى, മദീനയുടെ പ്രാന്തപ്രദേശത്ത് പോയി താമസിക്കാൻ പറഞ്ഞ നബി തങ്ങൾ മദീനയിൽ നിന്ന് പോലും പുറത്തു പോകാൻ വേണ്ടി പറഞ്ഞു ഇദ്ദേഹത്തോട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മംബഉൻ നുബുവത്തിന്റെ വീടാണ്. അവിടങ്ങളിലൊന്നും ഇങ്ങനെ ദുശ്ചിന്തയുള്ള ആളുകൾക്ക് കയറി വരാവതല്ല, മദീനത്ത് നിന്ന് പുറത്തു പോകാൻ വേണ്ടി പറഞ്ഞു. ഇലൽ ഹിമ, പ്രാന്തപ്രദേശത്തേക്ക്. സുബ്ഹാനല്ലാഹ്.
അദ്ദേഹത്തിന്റെ ചരിത്രമൊക്കെ പിന്നീട് പറയുന്നുണ്ട്. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നവരെ മദീനത്തിന് പുറത്താണ് ഹീത്ത് എന്ന ആ മനുഷ്യൻ. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായി അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായപ്പോ ആളുകൾ പറഞ്ഞു, ഹീത്ത് നമുക്ക് മദീനത്തേക്ക് തിരിച്ചു വിളിക്കല്ലേ എന്നൊക്കെ ചില ആളുകൾ പറഞ്ഞു. വേണ്ട, അള്ളാഹുവിന്റെ റസൂല് പുറത്താക്കിയാൽ പിന്നെ അത് എനിക്ക് നടത്താൻ പറ്റില്ല എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങൾ ഭരണാധികാരി, എപ്പോഴും ചില ആളുകൾ പറഞ്ഞു, ഹീത്ത് കുറെ കാലായില്ല പുറത്തല്ലേ, അകത്തേക്ക് വിളിക്കണോ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഫഅബാ, വേണ്ട എന്ന് പറഞ്ഞു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരുടെ കാലമായപ്പോൾ കുറെ അങ്ങ് എത്തിയില്ലേ. അപ്പോൾ അദ്ദേഹം ഒരുപാട് ദഈഫായി ബലഹീനനായിട്ടുണ്ട്, ഒരുപാട് ആവശ്യങ്ങളൊക്കെ ഉള്ള ആളാണ്. അതുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ച ദിവസവും മദീനത്തേക്ക് വരാം, ജുമയിൽ സംബന്ധിക്കുന്നു, ആളുകളോട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചു വല്ലതും കിട്ടിയാൽ അത് വാങ്ങിച്ചു പോകണം, വെള്ളിയാഴ്ച വന്നു പോകാമെന്ന് അനുമതി കൊടുത്തു. ആര്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഇവരെ പറ്റിയ ഖുർആൻ പറഞ്ഞത് ഗൈരി ഉലിൽ ഇർബത്തി മിനർ റിജാൽ. ഹീത്ത് ആ കാറ്റഗറിയിൽ നിന്നാണ് പുറത്തുപോയി, ഇവന് തിരിയുമെന്നായി. പുരുഷന്മാരിൽ ഇങ്ങനെ ആഗ്രഹങ്ങളില്ലാത്ത ആളുകൾ, അത്തരം ആളുകളുടെ മുമ്പിൽ അവരുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ സ്വാഭാവികമായും വെളിവാകുന്നവരുടെ സീനത്തുകളൊന്നും വെളിവാകുന്നതിന് വിരോധമില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. ഇനി പറയുന്നത് എന്താണ്? ഇനി പറയുന്നത് അബിത്താബിഈന ഗൈരി ഉലിൽ ഇർബത്തി മിനർ റിജാൽ അബിത്തുഫിലില്ലദീന ലം യദ്ഹറു അലാ ഔറാത്തിൻ നിസാ. സുബ്ഹാനല്ലാഹ്. അവിത്തുഫിൽ അല്ലെങ്കിൽ ഒരു കുട്ടി, അല്ലദീന. തുഫിൽ എന്ന വാക്ക് സിംഗുലർ ആയിട്ടും പ്ലൂറൽ ആയിട്ടും ഉപയോഗിക്കും. കുട്ടി എന്നും കുട്ടികൾ എന്ന അർത്ഥത്തിലും തുഫിൽ ഉപയോഗിക്കും. തുഫിലിന് പ്ലൂറൽ ഉണ്ട്, അത്ഫാൽ. പക്ഷേ തുഫിൽ എന്ന വാക്ക് എല്ലാ കുട്ടികൾക്കും ഒരേ സ്വഭാവമാണല്ലോ ഉണ്ടാവുക. കുട്ടികൾക്ക് എല്ലാവർക്കും ഒരേ സ്വഭാവം. എത്ര പഴങ്ങി കഴിയുന്ന കുട്ടിയാണെങ്കിലും ഒരു മിഠായി കൊടുത്താൽ കുട്ടി കമ്പനിയായി. അപ്പാട് മുണ്ടൂല എന്ന് പറഞ്ഞാലും കുട്ടിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താൽ കുട്ടി കമ്പനിയായി. ഇത് എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് കുട്ടികളുടെ സ്വഭാവം എല്ലാം ഒരുപോലെയായതുകൊണ്ട് സിംഗുലർ ഉപയോഗിച്ച് അല്ലദീന എന്ന പ്ലൂറൽ ഉപയോഗിച്ചു. കുട്ടികൾ, കുട്ടി എങ്ങനത്തെ കുട്ടികൾ എന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തത് പ്ലൂറലാണ്. കുട്ടി എന്ന വാക്ക് സിംഗുലറാ, അർത്ഥം പ്ലൂറലാണ്. എന്തുകൊണ്ടത് സിംഗുലർ ആക്കി? എന്തേ ഒറ്റ മുഫ്രദായിട്ട് ഉപയോഗിച്ചത്? കാരണം എല്ലാ കുട്ടികൾക്കും ഒരുപോലെയാണ്. അൽ ഖാദി ആദിൽ, ഖുദാത്തുൻ അദ്ലുൻ, ഖുദാത്തുൻ ആദിൽ എന്ന് പറയും. ഖാദിൻ ആദിൽ, നീതിമാനായ ഒരു ജഡ്ജ്. ജഡ്ജിമാരെ സംബന്ധിച്ച് ഖുദാത്തുൽ ആദിൽ എന്ന അറബിയിൽ പ്രയോഗിക്കും. നീതിമാന്മാരായ ജഡ്ജിമാർ എന്ന് പറയുന്നിടത്ത് നീതിമാൻ എന്ന ഒരൊറ്റ വാക്ക് വെച്ചിട്ട് പ്രയോഗിക്കും. ജഡ്ജ് പ്ലൂറൽ ആണെങ്കിലും നീതിമാൻ എന്ന വാക്ക് സിംഗുലർ ആക്കും. എന്തേ? എല്ലാ ജഡ്ജിമാരും അവർക്ക് ലഭിക്കുന്ന നിയമങ്ങൾ, രേഖകൾക്കനുസരിച്ച് വിധി പറയാ. അവരുടേതായ ഒരു പേഴ്സണൽ ഇന്റർഫറൻസ് എന്നതിൽ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് നീതി എന്നതിൽ എല്ലാവരും ഒരുപോലെയാണ്. സിംഗുലർ ഉപയോഗിച്ചാലും പ്ലൂറലിന്റെ അർത്ഥം വരുന്നു. ഖുർആന്റെ ഭാഷയുടെ ഒരു ഭംഗിയാണ് കേട്ടോ. കുട്ടി, അബിത്തുഫിൽ അല്ലദീന ലം യദ്ഹറു അലാ ഔറാത്തിൻ നിസാ. പെണ്ണുങ്ങളുടെ ഔറത്തുകൾ എന്താണെന്ന് മനസ്സിലായിട്ടില്ലാത്ത കുട്ടികൾ. സ്വലാത്തു വസ്സലാമു അലൻ നബി അല്ലാഹുമ്മ സ്വല്ലി സയ്യിദിനാ മുഹമ്മദിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുട്ടികളെ സംബന്ധിച്ച് പറഞ്ഞു തന്നു. അവിത്തുഫിലില്ലദീന ലം യദ്ഹറു അലാ ഔറാത്തിൻ നിസാ. പെണ്ണുങ്ങളുടെ വർത്തമാനങ്ങളും പെണ്ണുങ്ങളുടെ അവരുടെ ശരീരപ്രയോഗങ്ങളും അവരുടെ ചലനങ്ങളും ഇതൊന്നും മനസ്സിലാക്കാത്ത, അല്ലെങ്കിൽ അതിലൊക്കെയുള്ള ആന്തരികമായ അർത്ഥങ്ങളോ വൈകാരികമായ വിഷയങ്ങളോ ഒന്നും മനസ്സിലാകാത്ത കുട്ടികളെ സംബന്ധിച്ച് അത്തരം കുട്ടികളുടെ മുമ്പിൽ സ്വഹാബികൾ പറയാണ് വകാനത്തി സ്വഹാബത്തു അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് സ്വഹാബികൾ അവരവരുടെ ഭാര്യമാരിലേക്ക് ചെല്ലുമ്പോൾ, ഭാര്യമാരെ സമീപിക്കുമ്പോൾ, അവരന്നൊക്കെ ഒരു റൂം അങ്ങനെയൊക്കെയല്ല താമസിക്കുന്ന സൗകര്യം, വളരെ ചെറിയ സൗകര്യങ്ങൾ, വീടിന് വാതിലെന്നെ ഉണ്ടാവില്ല. അപ്പോഴാണ് ഇസ്തിഇദാനിന്റെ സമ്മതം ചോദിക്കണമെന്നും സലാം പറയണമെന്നും വെയിറ്റ് ചെയ്യണമെന്നും തുറന്നെന്നാൽ മാത്രമേ പോരാവൂ എന്നൊക്കെ കണിശമായ നിയമങ്ങൾ വരാൻ ആ സാഹചര്യവും ഒരു കാരണമായിരുന്നു. സ്വഹാബത്ത് അവരുടെ വീട്ടിലേക്ക് ചെന്നാൽ അവരുടെ ഭാര്യമാരുമായി അവർ ബന്ധപ്പെടാൻ ഉദ്ദേശിക്കുന്ന സമയം വകാന ഇൻദഹും റളിയ, മുലകുടി പ്രായമുള്ള കൊച്ചു കുഞ്ഞ്, 4 മാസം 5 മാസം 1 വയസ്സ്,
വളരെ ചെറിയ കുഞ്ഞ്, ആ കുഞ്ഞിന് ഒന്നും തിരിയില്ല, വർത്തമാനം പോലും പറയാറായിട്ടില്ലാത്ത ഉണർന്നു കിടക്കുന്ന ഒരു കുഞ്ഞ് അവിടെ ഉണ്ടെങ്കിൽ പോലും ഹമലഹു, ആ കുഞ്ഞിനെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിക്കിടത്തിയതിന്റെ ശേഷമേ അവര് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാറുണ്ടായിരുന്നുള്ളൂ എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ആ കുട്ടിപ്പ് എന്താ കാണുന്നത് നമ്മളങ്ങനെ ചിന്തിക്കൂലേ? കുട്ടി എന്ത് കാണുന്നു? കുട്ടിക്കൊന്നും അറിയില്ലല്ലോ. അങ്ങനെയല്ല, ഹയാ, ലജ്ജ വേണം, നാണം വേണമെന്നാണ്. ഒരു ഭാര്യക്കും പുരുഷനും അങ്ങോട്ടും ഭർത്താവിനും ഭാര്യയ്ക്കും ശരീരം മുഴുവനും അല്ലാഹു ഹലാലാക്കിയതാണ് അല്ലേ? കാണലും ലദ്ദതൻ വനദറ ഹലാലാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ കഴുതകളെ പോലെ നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ പെരുമാറരുത്, വസ്ത്രങ്ങളില്ലാതെ നിങ്ങൾ ജിമാ ചെയ്യരുത്, നിങ്ങളുടെ ശരീരം കൊണ്ട് വസ്ത്രം കൊണ്ട് നിങ്ങൾ അല്പമെങ്കിലും മറക്കണം, മൃഗങ്ങളെ പോലെ വിവസ്ത്രരാവരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ജായിസാണ്, വസ്ത്രമില്ലാതായി അതിന് കുറ്റണ്ടെന്നല്ല. പക്ഷേ ഹയാ, ലജ്ജയും നാണവും വേണം. അതിൽ നാണവും ലജ്ജയൊക്കെ വേണം. മനുഷ്യന്മാര് ഇത്തരം വിഷയങ്ങളിലൊക്കെ വലിയ അലംഭാവങ്ങൾ, ലോകത്ത് മനുഷ്യന്റെ സംസ്കാരം അങ്ങോട്ട് തകർത്തെറിയാനാണ് പിശാചിന്റെ പുറപ്പാട്. അതിന്റെ പിന്നിൽ മുസ്ലിം ഉമ്മത്ത് ഈ അച്ചടക്കങ്ങളും മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ടോ എന്ന് തോന്നുന്നു. ശ്രദ്ധിക്കണം. കൊച്ചുമക്കളാണെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കണം, ഒരു കുഞ്ഞിനൊന്നും കാണുന്നില്ലല്ലോ, കുഞ്ഞറിയുന്നില്ലല്ലോ. നമ്മുടെ മക്കളെ എപ്പോഴാണ് ഈ സംസാരിക്കുന്നത്? നമ്മുടെ മക്കൾ ഒരു സെന്റൻസ് സംസാരിക്കുന്ന സമയം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ കുട്ടിക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ഇന്ന ഓരോ സെന്റൻസ് പറഞ്ഞു കൊടുത്തിട്ടാണോ ഈ കുട്ടി പറയുന്നത്? അല്ല. വാപ്പയും ഉമ്മയും സംസാരിക്കുന്ന ഭാഷ, നമ്മുടെ മാതൃഭാഷ പോലത്തെ മലയാളം പോലും നമ്മുടെ മക്കൾ സംസാരിക്കണില്ലേ? ഞാൻ എൻ്റെ കുട്ടിയെ സംബന്ധിച്ച് ഭാര്യയോട് പറഞ്ഞു, ഭയങ്കര അത്ഭുതം, നമ്മുടെ മക്കളൊക്കെ ഈ മലയാളം ഓരോ നാവ് കൂടെ വരുന്നത് വല്ലാത്ത അത്ഭുതം തന്നെയാണ്. കാരണം ഏത് ഭാഷയെക്കാളും പ്രയാസമുള്ള ഒരു ഭാഷ നമ്മുടെ ഭാഷ. ഇത് 2 വയസ്സാകുമ്പോഴേക്കും 1.5 ആകുമ്പോഴേക്കും ഒരു പറഞ്ഞു തുടങ്ങുന്നുണ്ടല്ലോ. എഴുത്തച്ഛന്റെ ഗ്രാമർ പഠിച്ചിട്ടാണോ ഇപ്പൊ ഈ പറഞ്ഞു തുടങ്ങുന്നത്? അല്ല, ഒന്നും അറിയുന്നില്ല. പക്ഷെ അവര് പറയുന്ന എനിക്ക് വെള്ളം വേണം, അവർ വേണമെന്നും കേട്ടിട്ടുണ്ടാവും, വെള്ളമൊന്നും കേട്ടിട്ടുണ്ടാവും, എനിക്കൊന്നും കേട്ടിട്ടുണ്ടാവും. ആവശ്യം വന്നപ്പോൾ എല്ലാം കൂട്ടിയിട്ട് ഒരു സെന്റൻസ് ആക്കി അവർ വെച്ചു. ഇത് എപ്പോഴാ? കേൾക്കുന്നതെല്ലാം കാണുന്നതും മക്കള് ഫീഡ് ചെയ്യുന്നുണ്ട് തലയിൽ. മക്കൾ ഇത് ഫീഡ് ചെയ്തുന്നുണ്ട്. അത് സമയമാകുമ്പോൾ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ സമയം വരെ കാത്തിരിക്കാം. അപ്പൊ അവര് പുറത്തെടുക്കും. എന്നല്ലാതെ ഒരു കുഞ്ഞിന് പക്വത വരുമ്പോ ആ ഒരു കൊല്ലം പഠിച്ചതാണ് ഈ കുട്ടി, അതൊന്നല്ല. ചെറുപ്പം മുതൽ കേൾക്കുന്നതും അറിയുന്നതൊക്കെ അങ്ങനെയാണ്. കുട്ടികൾക്കൊക്കെ ഖുർആൻ അങ്ങനെ പറഞ്ഞു കൊടുത്താൽ കുറച്ച് സമയം കഴിയുമ്പോൾ അവർ താനേ ഹിഫ്ളാക്കിയിട്ടുണ്ടാവും. നമ്മളറിയില്ല, അവര് നമ്മുടെ കൂടെ ഏറ്റു ചൊല്ലുന്ന പോലും ഉണ്ടാവില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ അവർ ഹിഫ്ള് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ കുട്ടികൾ കാണുന്നില്ലല്ലോ, അവർക്കത് അറിയില്ലല്ലോ എന്ന് വിചാരിക്കരുത് എന്നർത്ഥം. മറ വേണം, ലജ്ജ വേണം, നാണം വേണം. പെണ്ണുങ്ങളുടെ സ്വകാര്യതകളോ പെണ്ണുങ്ങളുടെ ഔറത്തുകളോ മനസ്സിലായിട്ടില്ലാത്ത കുട്ടികൾ, അത്തരം കുട്ടികളുടെ മുമ്പിലും ഇവരുടെ സൗന്ദര്യം പ്രകടിപ്പിക്കുന്നതിന് വിരോധമില്ല. അപ്പോ എത്രയാണ് ഇതിന്റെ പ്രായപരിധി എന്ന് അല്ലാഹു തആല പറഞ്ഞില്ല. തിഫ്ലി എന്ന കാറ്റഗറിയിൽ കുട്ടി എന്ന പ്രയോഗം അല്ലാഹു സിംഗുലർ ആക്കി വെച്ചു അല്ലേ? ഒരു കുട്ടിക്ക് പറയുന്ന വാക്കാണ് തിഫിൽ. അല്ലദീന, അത് ഒരുപാട് ആൾക്ക് പറയുന്ന വാക്കാണ്. അപ്പൊ ഒരു കുട്ടിയും ഒരുപാട് കുട്ടിയും ഈ കുട്ടി എന്ന വിഷയത്തിൽ ഒരുപോലെയാണ്. ഇനി ഇതേ സൂറത്തിൽ ഒരു വാക്ക് വരുന്നുണ്ട്, ഇദാ ബലഗൽ അത്ഫാലു മിൻകുമുൽ ഹുലുമ, നിങ്ങളിലെ കുട്ടികൾക്ക് പ്രായപൂർത്തി എത്തിയാൽ, അവിടെ കുട്ടി എന്നല്ല അല്ലാഹു കുട്ടികൾ എന്ന് തന്നെ പറഞ്ഞു. പ്രായപൂർത്തി എത്തി തുടങ്ങിയാൽ അവരും സമ്മതം ചോദിക്കണം എന്ന് പറയുന്ന ഒരു ആയത്ത് വരാൻ പോകുന്നുണ്ട്. ഇദാ ബലഗൽ എന്ന് വെച്ചാൽ പ്രായപൂർത്തിയാകുന്നതോടുകൂടെ ഓരോ കുട്ടികളുടെയും ടേസ്റ്റ് മാറി തുടങ്ങും, സ്വഭാവങ്ങൾ മാറി തുടങ്ങും. പ്രായപൂർത്തിയോടുകൂടെ ഡിഫറെന്റ് ഐഡന്റിറ്റികളായി മാറാൻ പോവാണ്. അപ്പോ ഒരു കുട്ടിയുടെ സ്വഭാവമല്ല മറ്റേ കുട്ടിക്ക്, വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് അല്ലാഹു അവിടെ പ്ലൂരലാക്കി, ഇവിടെ സിംഗുലർ ആക്കി. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ ഖുർആൻ ചൂസ് ചെയ്യുന്ന വാക്കുകൾ അത്ഭുതമാണ്. ഖുർആൻ അറബിയായത് വലിയൊരു അത്ഭുതമല്ലേ? ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ. അത് അറബി ആകുമ്പോഴേ നമുക്ക് ഈ അർത്ഥം, ഈ ഭംഗി കിട്ടുള്ളൂ. നമ്മളിപ്പോ ഈ ആയത്ത് നമ്മൾ 3 ക്ലാസ് ആയിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു പരിഭാഷ വായിച്ചു പോയാൽ നമുക്ക് ഇത്രയൊന്നും പഠിക്കാനില്ലാന്ന് തോന്നും, ഇത്ര ഉള്ളൂ ഇപ്പൊ ഖുർആൻ തോന്നും. അല്ല, ഇത് 3 ക്ലാസ്സിൽ നിർത്തുന്നതല്ല, നമ്മൾ നിർത്തുകയാണ്, സ്റ്റോപ്പ് ചെയ്യുകയാണ്. അടുത്ത് വരുന്ന വിഷയങ്ങൾ പുതിയത് പഠിച്ചു പോകാൻ. ഇത് അറബ് ഭാഷ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വലിയ സൗഭാഗ്യമാണ്. അത് നമ്മൾ കഴിയുന്നിടത്തോളം പഠിക്കും.